Assalamu alaikum. Welcome to this Pepe Candy. ഇന്നത്തെ ഡിഷ് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ അടിപൊളിയാണ്. ഷവർമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടി ഓപ്ഷണലാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ അറബിക് മസാല കൂടെ ചേർക്കുന്നുണ്ട്. അറബിക് മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഒരല്പം തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 മണിക്കൂർ നമുക്കിതൊന്ന് മസാല പിടിക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്. ഇതിൽ അറബിക് മസാല മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലേ ഷവർമയുടെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അറബിക് മസാല സാധാരണ നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇൻ കേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അറബിക് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഷവർമയുടെ ടേസ്റ്റ് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ചുമ്മാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതിനായിട്ട് ചെറുതായിട്ട് ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഞാനിവിടെ വിനീഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വിനീഗർ അല്പം ഉപ്പും കൂടെ ചേർത്ത് നിന്ന് ഒഴിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴേക്കും അതിനകത്തേക്ക് നന്നായിട്ട് പിക്കിൾഡ് വെജിറ്റബിൾസിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ചേർക്കാം. ക്യാരറ്റോ ടൊമാറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ക്യാപ്സിക്കവും അണിയനും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്നും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലൊന്ന് മിക്സായി കൊടുക്കണം. ഒരുപാട് നേരം ഒന്നും അത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെടേണ്ട കേട്ടോ. ഇതൊരു 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പ്രെഡ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മയണൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്രീം മയണൈസ് എടുത്തിരിക്കുന്നത്. എനിക്ക് എല്ലാ മയോയും ഇഷ്ടമല്ല, അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ മയണൈസ്, 4 ടേബിൾ സ്പൂൺ യോഗേർട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ പാല് അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ചേർക്കാം. തൈരിന് തീരെ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ ഒരു സ്പ്രെഡിൻ്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെളുത്ത എള്ളൊന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ലേ. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അല്പം ബട്ടർ പുരട്ടിയതിന് ശേഷം, ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി, അല്പം ബട്ടർ പുരട്ടിയതിന് ശേഷം നമുക്കിങ്ങനെ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഒരു ലെയറായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബ്രെഡ് സ്ലൈസസാണ് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് മയണൈസ് യോഗേർട്ട് സ്പ്രെഡ് ചെയ്യാം. ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഫ്ലേവറൊന്നും ഇല്ലാത്ത വൈറ്റ് ബ്രെഡോ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, സ്വീറ്റ് ബ്രെഡിന് മിൽക്ക് ബ്രെഡിനേക്കാൾ. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ, ചിക്കൻ ക്യാപ്സിക്കം അണിയൻ ആ ഒരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് മയോണൈസ് യോഗേർട്ട് ആ ഒരു സ്പ്രെഡ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വെക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഷവർമയുടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ഇതിന് മുകളിൽ വെക്കാം. വീണ്ടും മയോണൈസ് യോഗേർട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പ്ലെയിൻ ബ്രെഡാണ് വെച്ചേക്കുന്നത്, ബട്ടറൊന്നും തേച്ചിട്ടില്ല. പ്ലെയിൻ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ പിന്നെയും നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മയോണൈസ് യോഗേർട്ട് ആ മിക്സ്ചറുള്ള സ്പ്രെഡ് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിൽ അല്പം റിക്കോട്ട അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഇപ്പം നമ്മൾ ഫ്രൈങ് പാനിൽ വെച്ചിട്ടാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചീസ് മെൽട്ടാവുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ അവനിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെഡ് താഴത്തെ ബട്ടർ തേച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന്
അതായത് നമ്മൾ പാനിൽ ഓൾറെഡി ബട്ടർ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ താഴത്തെ ലെയർ ഒന്ന് ക്രിസ്പി ആവും, മുകളിലൊന്ന് ചീസ് മെൽട്ടും ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചീസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് ചീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ഷവർമ ബ്രെഡ് ലസാനി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ അങ്ങനെ പേരൊന്നുമില്ല, ഞാൻ തൽക്കാലം ഒരു പേരിട്ടെന്നേ ഉള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് സംഭവം. ഷവർമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ഒരു തട്ടിക്കൂട്ടി ബ്രെഡ് ലസാനിയായിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ നമുക്ക് വൈറ്റ് സോസും റെഡ് സോസും ഒന്നും ഇതിന് വേണ്ട. വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമെങ്കിൽ, റെസിപ്പി ഇഷ്ടപ്പെടാനൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.